ഞാൻ എന്നെ തന്നെ കരുതണം. വേറെ ആരെയും കുറ്റം പറയാതെ എന്റെ രക്ഷ ഞാനാ നോക്കണ്ടേ. എന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നന്മകൾ, കൃപയാൽ ലഭിച്ചിരിക്കുന്ന അവകാശം ഞാനാ സൂക്ഷിക്കണ്ടേ. ചുരുക്കം ഒറ്റ വാക്കിൽ, ഞാൻ എന്നെ തന്നെ, എന്റെ ആത്മീയ ജീവിതം സൂക്ഷിക്കാനുള്ള ചുമതല എന്റേതാ. ഇപ്പം ഓർഡിനേഷൻ, പലർക്കും ഓർഡിനേഷൻ കിട്ടും. ഓർഡിനേഷന്റെ അർത്ഥം തന്നെയാണ്, ഞാൻ ദൃശ്യമായ ലോകത്തിൽ സഭയ്ക്ക് കീഴ്പ്പെടാൻ പോവാം. സഭ എവിടെ പറയുന്നോ അവിടെ ഞാൻ പോകാൻ തയ്യാറ്. ചിലർ അങ്ങനെയല്ല, അവർ കംഫർട്ട് സോണിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. സോ നമ്മുടെ ആത്മീയ ജീവിതം വേറെ ആരെയും കുറ്റം പറയരുത്, സൂക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. നോ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോഴാ ജീവൻ ഫലം കായ്ക്കുന്നത്. അവിടുന്ന് വിട്ടു വാടാൻ തുടങ്ങി. വാടും. അപ്പൊ അത് വാടുന്നത് എന്തുകൊണ്ടാ? ദൈവം ശിക്ഷിക്കുന്നത് കൊണ്ടല്ല, ദൈവത്തിന്റെ വായിന്ന് പുറപ്പെട്ട വാക്കിന്റെ വ്യവസ്ഥ എന്താണോ അവിടുന്ന് മാറി. അപ്പൊ ഉണങ്ങുമ്പം കയ്പ് പിന്നെയും കൂടും. അപ്പോഴായിരിക്കും ഇത് കേൾക്കുന്ന മാനസാന്തരം. പക്ഷെ ഹൃദയം ഒരു പരിധിക്കപ്പുറം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ മീറ്റിംഗ് സമയത്ത് വചനം കേൾക്കുമ്പോൾ കരച്ചിൽ വരും, പക്ഷെ വിട്ടുകൊടുക്കാനുള്ള മനോഭാവം വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരമാ വേണ്ടി. ആ വിട്ടത് ഇനി ഞാൻ ചെയ്തില്ല.